അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഒരു മാംഗോ പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മാംഗോ പുഡിംഗ് ആണ്. ഞാനും ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പാൽ തിളപ്പിച്ചെടുക്കണം. ഞാനിതിലേക്ക് ഒരു 1/4 ലിറ്ററോളം പാലാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പാൽ നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാൽ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഒരല്പം കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ചൈന ഗ്രാസ് അല്പം വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കാം. വെള്ളം വളരെ കുറച്ച് മതി. അപ്പോൾ നമുക്കതിൻ്റെ ആ തിക്നെസ് പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ വെള്ളം കുറച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കുതിർന്നെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരല്പം കസ്റ്റാർഡ് പൗഡർ നമുക്കൊന്ന് പാലിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്കൊരു 3 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരല്പം പാലും ചേർത്ത് കട്ടയില്ലാതെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പാൽ ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ അടുത്തതായി വേണ്ടത് മാംഗോയുടെ പൾപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ മാംഗോ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായി ഇതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് നമുക്കൊരല്പം വെള്ളത്തിൽ ഒന്ന് നന്നായി തിക്നെസ്സായിട്ട് നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. ഒരല്പം വെള്ളമേ വേണ്ടൂ. നമുക്ക് അധികം വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇതിൽ കിട്ടില്ല നമുക്ക്. അപ്പോൾ നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. അത് കുറുക്കിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പാല് വീണ്ടും നമുക്ക് തീ കൂട്ടിയിട്ട് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നന്നായി നല്ല കട്ടിയിൽ കുറുക്കിയെടുക്കണം. നമുക്കത് അടിയിൽ പിടിക്കാതെ നല്ല കട്ടിയിൽ കുറുക്കിയെടുക്കണം. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും നോൺ സ്റ്റിക്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അടിയിൽ പിടിക്കാതെ നന്നായി കുറുക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മധുരമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമുക്ക് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളുടെ ഈ മാംഗോ പൾപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നമുക്ക് നന്നായി കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. നമുക്ക് നല്ല യെല്ലോ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അതിലേക്ക് നമ്മളുടെ ചൈന ഗ്രാസ് കുറുക്കി വെച്ചിരിക്കുന്നത് അതും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി അത് നല്ല കട്ടിയിൽ കുറുക്കിയെടുത്ത് എടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുഡിംഗ് ഉണ്ടാക്കി നോക്കുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കഴിച്ച് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഗുണം എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു മാങ്ങ എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 2 പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇൻസ്റ്റയിലും ഈ യൂട്യൂബിലൊക്കെ ഈ മാങ്ങ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് കാണാം. അപ്പം ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. കുറേ നാളായി മാങ്ങ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കും ഒരു കുഴപ്പമില്ലാതെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിയില്ലേ? സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ ലെയറുകളുടെ ഇടയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കതിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രേ എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിങ് നമുക്കിതിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം.
പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു ലെയറായിട്ട് ചേർക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. പക്ഷേ എനിക്കിതിലൊരു അക്കിടി പറ്റി, വിപ്പിംഗ് ക്രീം കിട്ടിയില്ല, അതിൻ്റെ പൗഡറാണ് കിട്ടിയത്. പക്ഷേ അത് ഞാനിങ്ങനെ അത് ഇതാക്കി എടുത്തപ്പോൾ അത് തിക്നെസ്സായിട്ട് കിട്ടിയില്ല. നമ്മൾ ആ പൗഡർ മിക്സ് ചെയ്തെടുത്തപ്പോൾ അത് ക്രീമിൻ്റെ അത്രയ്ക്ക് കിട്ടിയില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കുമ്പോൾ അത് ക്രീമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മളുടെ ആ മാങ്ങ ചെത്തി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളുടെ കുറുക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുത്തു മാംഗോയുടെ. അതിന് മുകളിലായിട്ട് വീണ്ടും ക്രീം ഒരൽപ്പം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് പിസ്തയോ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളത് ചെയ്ത് കൊടുക്കാം. അതിനിടയിൽ കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ക്രീമായിരുന്നെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടായേനെ, നമ്മൾ വിചാരിച്ചതിലും കൂടി ടേസ്റ്റും കൂടിയേനെ. അപ്പോൾ എന്നിരുന്നാലും നമുക്കിതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് പൊടിക്ക് പകരം ക്രീമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനതൊരു റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ട് പിന്നെ അത് നമുക്ക് ഒരു 5-8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം തണുപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാൻ 8 മണിക്കൂറൊന്നും വെക്കാനുള്ള ക്ഷമ എനിക്ക് ഉണ്ടായില്ല. ഞാനൊരു 5-6 മണിക്കൂറായപ്പോഴത്തേനും എടുത്ത് നോക്കി. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്, വിചാരിച്ചതിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറാണ്. നമ്മൾ കണ്ടതിലും ചെയ്ത് നോക്കാൻ ഉദ്ദേശിച്ചതിലും നല്ല ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇടയിൽ ആ മാംഗോ ഒക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.